നമസ്കാരം. തൃശൂർ ജനറൽ ആശുപത്രിയിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ 4.5 കോടി രൂപയോളം മുതൽ മുടക്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മലിനജല സംസ്കരണ പ്ലാന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രതിദിനം 3,60,000 ലിറ്റർ അഥവാ 360 KLD മലിനജലം സംസ്കരിക്കാനും പുനരുപയോഗിക്കാനും ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ്. കളമശ്ശേരി ആസ്ഥാനമായ ഗ്രീൻ മെത്തഡ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബഹുമാന്യരായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിന്റെയും തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ് ഈ പ്രോജക്റ്റ്. ജനറൽ ആശുപത്രിയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നുള്ള മലിനജലം ഇന്റർമീഡിയറ്റ് സമ്പിൽ ശേഖരിക്കുകയും ഭൂമിക്കടിയിലൂടെയുള്ള പൈപ്പിലൂടെ ഈ പ്ലാന്റിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രതിദിനം 360 KLD അഥവാ 3,60,000 ലിറ്റർ മലിനജലമാണ് ഇവിടെ സംസ്കരിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്നത്. മൂവിംഗ് ബെഡ് ബയോറിയാക്ടർ അഥവാ MBBR എന്ന ടെക്നോളജിയാണ് ഇതിനായി ഇവിടെ ആശ്രയിച്ചിരിക്കുന്നത്. 5 വർഷം ഈ പ്ലാന്റിന്റെ പരിപാലന ചുമതല ഗ്രീൻ മെത്തഡ് എഞ്ചിനീയറിംഗിന് തന്നെയാണ്. ജനറൽ ഹോസ്പിറ്റൽ സമുച്ചയത്തിൽ നിന്നും വരുന്ന മലിനജലം ഭൂഗർഭ പൈപ്പ് ലൈനിൽ കൂടെ എന്റെ പുറകിൽ കാണുന്ന സ്ക്രീൻ ചേംബർ എന്ന് പറയുന്ന സംവിധാനത്തിലേക്കാണ് ആദ്യം വന്ന് ചാടുക. അവിടെയാണ് അജൈവ മാലിന്യങ്ങളെ തരംതിരിക്കുകയും മലിനജലത്തെ കളക്ഷൻ ടാങ്കിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത്. സ്ക്രീൻ ചേംബറിലെ സ്ക്രീനിങ്ങിന് ശേഷം മലിനജലം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈക്വലൈസേഷൻ ടാങ്ക് അഥവാ കളക്ഷൻ ടാങ്കിലാണ് സംഭരിക്കപ്പെടുന്നത്. ഇവിടെ നിന്നും മണിക്കൂറിൽ മലിനജലത്തിന്റെ അളവനുസരിച്ച് എന്റെ പുറകിൽ കാണുന്ന സീവേജ് ട്രാൻസ്ഫർ പമ്പ് ഉപയോഗിച്ചാണ് അനോക്സിക് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നത്. അനോക്സിക് ടാങ്ക് എന്ന പ്രക്രിയയിൽ ടോട്ടൽ അമോണിയയുടെയും അതുപോലെ നൈട്രജന്റെയും റിമൂവലാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് വെള്ളം എയറേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൂവിംഗ് ബെഡ് ബയോറിയാക്ടർ അഥവാ MBBR എന്ന ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. MBBR ടെക്നോളജിയിലെ ബാക്ടീരിയയ്ക്ക് ആവശ്യമായ ഡിസോൾഡ് ഓക്സിജൻ അഥവാ എയർ നൽകുന്നത് എന്റെ പുറകിൽ കാണുന്ന ബ്ലോവറുകൾ ഉപയോഗിച്ചാണ്. അനോക്സിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം എയറേഷൻ 1 അഥവാ MBBR ടാങ്ക് 1ലേക്കാണ് എത്തിച്ചേരുന്നത്. ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് എയർ നൽകുകയും MBBR എന്ന കാരിയർ മീഡിയയിൽ ബാക്ടീരിയ അറ്റാച്ച് ചെയ്ത് ഗ്രോ ചെയ്ത് ഈ മലിനജലത്തിലെ മാലിന്യത്തിന്റെ കണ്ടന്റിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. എയറേഷൻ പ്രോസസ്സിന് ശേഷം ജലം ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെയാണ് പോളി അലുമിനിയം ക്ലോറൈഡ്, പോളി ഇലക്ട്രോലൈറ്റ് തുടങ്ങിയ കെമിക്കലുകൾ ആഡ് ചെയ്യുകയും ഫ്ലോക്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. എയറേഷനും ഫ്ലോക്കുലേഷനും ശേഷം ജലം വന്നു ചേരുന്നത് ക്ലാരിഫയർ ടാങ്കിലേക്കാണ്. സെക്കൻഡറി സെറ്റിലിംഗ് അഥവാ ക്ലാരിഫയർ എന്നറിയപ്പെടുന്ന മലിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന സ്ലഡ്ജ് സെറ്റിലാവുകയും സ്ലഡ്ജ് ട്രാൻസ്ഫർ പമ്പ് മുഖാന്തരം സ്ലഡ്ജ് ഡൈജസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. തെളിമയുള്ള വെള്ളം ഫിൽട്ടർ ഫീഡ് ടാങ്കിലേക്കാണ് പോകുന്നത്. ക്ലാരിഫയറിൽ നിന്നും വരുന്ന ജലം ശുദ്ധീകരണ പ്രക്രിയയുടെ 3ാം ഘട്ടമായ അഥവാ ടെറിഷറി ട്രീറ്റ്മെന്റായ ഫിൽട്രേഷൻ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ആദ്യം സാൻഡ് ഫിൽട്ടറിലേക്കും ശേഷം കാർബൺ ഫിൽട്ടറിലേക്കും വെള്ളം എത്തുന്നു. ഈ വെള്ളത്തിൽ ബാക്ടീരിയ അഥവാ സൂക്ഷ്മാണുക്കളുടെ അളവ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ക്ലോറിൻ ഡോസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാൻഡ് ഫിൽട്ടറിനും കാർബൺ ഫിൽട്ടറിനും ക്ലോറിൻ ഡോസിംഗിനും ശേഷം വരുന്ന വെള്ളത്തിന്റെ സാമ്പിളാണിത്. നിങ്ങൾക്കറിയാം ഇവിടെ വരുന്ന മലിനജലത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. സംസ്കരിച്ച മലിനജലം പൂർണ്ണമായും പുനരുപയോഗിക്കുക എന്ന തൃശൂർ കോർപ്പറേഷന്റെ ആഗ്രഹപ്രകാരമാണ് അൾട്രാ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന ഈ സാങ്കേതികവിദ്യ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഫിൽട്രേഷൻ കഴിഞ്ഞു വരുന്ന ജലത്തെ UF ഫീഡ് ടാങ്കിൽ സംഭരിക്കുകയും അൾട്രാ ഫിൽട്രേഷൻ മെംബ്രെയിൻ മുഖേന പുനരുപയോഗിക്കാൻ തക്കവണ്ണത്തിന് ശുദ്ധിയാക്കുകയും ചെയ്യുന്നു. ഈ ജലം പിന്നീട് ഹോസ്പിറ്റലിലെ പുതിയ ബ്ലോക്കിലേക്കുള്ള ടോയ്ലറ്റുകളുടെ ഫ്ലഷിംഗിലേക്കും ഇറിഗേഷൻ പർപ്പസിനുമായി ഉപയോഗിക്കുന്നു. പ്ലാന്റിന്റെ ചുറ്റുപാടുമായി 5,500 സ്ക്വയർ ഫീറ്റ് ഏരിയയോളം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തു. മലിനജല സംസ്കരണത്തിൽ ഒരു പുതുയുഗം രചിക്കുകയാണ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ.